ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ അതൊന്നും കളയാതെ ഇനി മുതൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ ഒഴിഞ്ഞൊരു കോൾഗേറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഏത് ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ കോൾഗേറ്റിൻ്റെ കവറൊക്കെ ഞാൻ അതിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അവിടെ ഒരു 2-3 പേസ്റ്റിൻ്റെ കവറൊക്കെ ഞാനിതുപോലെ ഒഴിഞ്ഞതൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വെള്ളത്തിലോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഒരുപാട് പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. ഇനി അതൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ആ പേസ്റ്റൊക്കെ നമുക്ക് വെള്ളത്തിലൊന്ന് ഇതുപോലെ കലക്കിയെടുക്കാം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പേസ്റ്റുകൾ ഇത് പറ്റി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അതൊന്നും നമുക്ക് വെറുതെ കളയാണ്ട് ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീട് മുഴുവൻ വെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒഴിഞ്ഞൊരു പേസ്റ്റിൻ്റെ കവർ തന്നെ മതിയാവും. അപ്പോൾ ഞാനിതാ അത് മുഴുവൻ ഇതുപോലെ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു പേസ്റ്റൊക്കെ ഈ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഗ്യാസ് അടുപ്പാണ് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പ് 2 ദിവസമായിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാൻ ഈ വെള്ളം ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ടൈമില്ലാത്ത കാരണം കൊണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും ആയിട്ട് മാറ്റി വെക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഈ ഒരു പേസ്റ്റൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഞാനിതുപോലെ ആ പേസ്റ്റ് കലക്കിയ വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാത്രമൊക്കെ കഴുകണ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശക്തിയായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വേറെ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. ഇതുമ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു, കറയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ അതൊക്കെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പുമ്മക്ക് എണ്ണയും ഒക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മുടെ കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് കലക്കിയിട്ടുള്ള ഈ ലിക്വിഡ് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലും കിട്ടും, നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും, നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലായിടത്തും സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതാ ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ലൊരു ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഗ്യാസ് അടുപ്പ്. നല്ലൊരു ആ സ്റ്റീൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും, നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് വേറെ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഞാൻ ടോയ്ലറ്റാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ഉള്ള ടോയ്ലറ്റിലേക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇതാ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചത് കാരണം കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പേസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ടോയ്ലറ്റ് നല്ല ചളിയും കറയും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്രഷ് സ്മെല്ലും ഉണ്ടായിരിക്കും. ഇനി ഇത് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഇതുപോലെ വെച്ചിട്ട് ചുമരുമ്മലുള്ള ടൈലും അതുപോലെ തന്നെ ഫ്ലോറിലെ ടൈലും ഒക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ടൈലിൽ ഞാനിതുപോലെ ആ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ബാത്റൂമിൻ്റെ ടൈലും ഒക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വേറെ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബാത്റൂമൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ടൈലൊക്കെ. അപ്പോൾ ഇനി അടുത്തത് നമുക്കിതാ വാഷ് ബേസിൻ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ബേസിനിലും ഇതുപോലെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കണ്ണാടിയൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നമുക്കിതുപോലെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.